നമസ്കാരം, മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. ഈ കൊല്ലം കേരളം വെള്ളത്തിൽ മുങ്ങും. 2018-നേക്കാൾ പ്രളയ ദുരിതത്തിന് സാധ്യത. ഒരിടത്തും ഒരു മുന്നൊരുക്കവും നടന്നിട്ടില്ല. കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലവർഷം അതിരൂക്ഷമായ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായി സൂചനയാണ്. 2018-ൽ കേരളത്തിൽ ഉണ്ടായ പ്രളയത്തെക്കാൾ ദുരിതമായിരിക്കും ഈ വർഷത്തെ കനത്ത മഴയിൽ ഉണ്ടാവുക എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. കാലവർഷം 2018-ലെ പ്രളയകാലത്ത് അതിതീവ്ര മഴയായി നിന്ന് പെയ്തെങ്കിലും ഇക്കൊല്ലം അത്രയും വലിയ തോതിൽ തീവ്ര മഴ കിട്ടിയില്ലെങ്കിലും കേരളത്തിൽ ഭൂരിഭാഗം പ്രദേശവും വെള്ളക്കെട്ടിലാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇതിൻ്റെ മുഖ്യ കാരണം കേരളത്തിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അടക്കമുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മഴക്കാല മുന്നോടിയായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ 2-3 മാസമായി ഭരണകൂടവും സർക്കാർ ഉദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിറകെ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ധനവിനിയോഗത്തിന് നിയമപരമായി കഴിയുകയുമില്ല. നേരത്തെ പാസാക്കി വെച്ചിട്ടുള്ള പദ്ധതികൾ തുടരുവാൻ മാത്രമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുക. അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾക്കും പരിമിതികളുണ്ടാകും. സംസ്ഥാനത്തെ പഞ്ചായത്തുകളടക്കം ഒരു സ്ഥലത്തും കനാലുകൾ വൃത്തിയാക്കുകയോ തോടുകളും മറ്റ് ജലഗതാഗത പാതകളും ചെളി മാറ്റി ആഴം കൂട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെയ്യുന്ന മഴവെള്ളം അവിടങ്ങളിൽ തന്നെ കെട്ടിക്കിടക്കുകയും ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരിക്കും വരിക. കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും കൊല്ലവും തൃശ്ശൂരും അടങ്ങുന്ന 6 കോർപ്പറേഷൻ പരിധികളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. അഴുക്കുകെട്ടിൽ തടസ്സമുണ്ടാക്കുന്ന കനാലുകളും തോടുകളും ഈ നഗരങ്ങളിൽ അതേപടി നിലനിൽക്കുകയാണ്. കനത്ത മഴയുണ്ടായാൽ ഈ സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വലിയ വെള്ളക്കെട്ടലുകൾ രൂപപ്പെടും. സാധാരണഗതിയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനസാന്ദ്രത കൂടിയ പ്രദേശമെന്ന നിലയിൽ കേരളത്തിൽ പലപ്പോഴും പകർച്ചവ്യാധികൾ ആവർത്തിക്കുന്ന അനുഭവങ്ങളുമുണ്ട്. മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി പലതരത്തിലുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സ്ഥിതി ഉണ്ടാകും. പരിസര പ്രദേശങ്ങൾ ശുചീകരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും വലിയ പ്രതിസന്ധിയിൽ ആക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2018-ലാണ് ഒരു നൂറ്റാണ്ടിനു ശേഷം കേരളം കണ്ട മഹാപ്രളയമുണ്ടായത്. അന്ന് കേരളത്തെ ഒന്നാകെ വെള്ളത്തിൽ മുക്കിയ നിരവധി പേരുടെ ജീവൻ അപഹരിച്ച ആ മഹാപ്രളയം മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമായിരുന്നു എന്ന പരാതി വ്യാപകമായി ഉയർന്നതാണ്. പ്രധാന അണക്കെട്ടുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിടുകയും അതിനോടൊപ്പം പെരുമഴ ഉണ്ടായതുമാണ് അന്ന് കേരളത്തെ ഒന്നടങ്കം വെള്ളത്തിൽ താഴ്ത്താൻ വഴിയൊരുക്കിയത്. ഈ വർഷം പതിവിന് വിപരീതമായി കടുത്ത വേനലാണ് കേരളത്തിൽ അനുഭവപ്പെട്ടത്. അതിശക്തമായ വേനലിൽ വ്യാപകമായ കൃഷിനാശമുണ്ടാവുകയും കർഷകർ ദുരിതത്തിൽ ആവുകയും ചെയ്തിരുന്നു. എന്നാൽ കാലാവസ്ഥാ ഗവേഷകരുടെ ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പ്രകാരം കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ അതിരൂക്ഷമായ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന രീതിയിലാണ്. പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നറിയിപ്പും പറയുന്നുണ്ട്. 2018-ലെ മഹാപ്രളയത്തിൻ്റെ അടുത്ത വർഷം കേരളത്തിലുണ്ടായത് കനത്ത തോതിലുള്ള വെള്ളപ്പൊക്കമായിരുന്നില്ല. എന്നാൽ 2-3 ജില്ലകളിൽ കനത്ത മഴ മൂലം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെയായി നിരവധി പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വലിയ ജീവഹാനി വരെ വരുത്തുന്ന പ്രതിസന്ധികളാണ് കാലവർഷത്തിൽ കേരളം നേരിടേണ്ടി വരുന്നത്. കാലവർഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടും കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോ വെള്ളപ്പൊക്ക നിയന്ത്രണ പ്രവർത്തനങ്ങളോ ഒന്നും ഒരിടത്തും നടന്നിട്ടില്ല. ഭരണകൂടത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഭരണകർത്താക്കളും 2 മാസത്തിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിറകെ ആയിരുന്നതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു നടപടിയും ഇതേവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു പതിവ് രീതി വെച്ച് നോക്കിയാൽ ഇപ്പോൾ എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണം മുന്നോട്ട് പോവുകയാണ്. ആരും അറിയാതെ മഹാദുരന്തമോ ജീവഹാനിയോ ഉണ്ടാകുമ്പോൾ നാനാ ദിക്കിൽ നിന്നും വലിയ പ്രതിഷേധവും ദുരന്ത നിവാരണ പ്രവർത്തന പരിപാടികളുമൊക്കെ ഉണ്ടാകും. ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിയുമ്പോഴേക്കും മരിക്കേണ്ടവർ മരണപ്പെടുകയും നഷ്ടപ്പെടേണ്ട വകകൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കും. ഇതിനുശേഷമായിരിക്കും കച്ചമുറക്കി സേവകരും ഭരണക്കാരും രക്ഷാപ്രവർത്തകരുമൊക്കെ ഓടിയെത്തുക. നന്ദി.